സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി ഇവിടെ നിർത്തുവാണ്. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു. ഓഹോ, വെരി ഗുഡ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇനി എങ്ങാനും ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഞാൻ ഇനി എന്റെ കുട്ടിക്ക് പേരിടില്ല, ഇടത്തില്ല. നീ ബെറ്റിനെന്താ? എത്ര രൂപയ്ക്ക്? 1 ലക്ഷം രൂപ അടക്കണ കാര്യം പറയടാ. 100 രൂപ കണ്ടോ? എന്താ കേട്ട്? ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും. അപ്പൊ ചോദിക്കരുത് നിന്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങൾ ആരാന്ന് ചോദിച്ചു. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ അല്ലടാ. ശരി, നല്ല പേര് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എന്തായാലും നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ. എന്തിനോട് ക്രൂരത കാണിച്ച്? ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവുകയാണ്. കൂടെ നിന്നോണം ഈ ഓം എന്ന് പറയാനോ അല്ലെ ഓം പരമാത്മ എന്ന് വിളിക്കുമ്പോൾ എനിക്കിപ്പോ സെറ്റായി, പ്രശ്നമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തൊന്ന് പേരിടൂടാ? നിയമമൊന്നുമില്ലല്ലോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെന്തെങ്കിലും എന്നെ ബാധിച്ചിട്ടുണ്ടെന്ന്? ഒരിക്കലുമില്ല. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അയ്യോ, മഞ്ഞപ്പിത്തം വന്ന പോലെ ആയിട്ടോ മുഖം. പോവില്ലേപ്പാ. വളർന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കല്ലേ ചെയ്യുന്നത്. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നമ്മള് എല്ലാരും പോണ വഴിയിൽ നിന്ന് ഒരു ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വട്ടാണെന്ന് പറയും. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കളിയാക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം? അതൊരു തെറ്റല്ലേ? ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. കളിയാക്കുവാണെങ്കിൽ കളിയാക്കലിനെ എതിർക്കണം, അല്ലെ കളിയാക്കല് വരാത്ത രീതിയിൽ വളർത്തിയെടുക്കണം. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. രാമായണത്തിൽ വായിച്ചിട്ടില്ല? ഇപ്പൊ രവിക്ക് രമ എന്നും എന്റെ മരാന്നും പറയാം, എനിക്ക് രാമ എന്നും പറയാം. രാമ രാമ രാമര പോലെ തന്നെ മര. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നീ രാമായണം ഒന്നും തിരുത്താൻ നിൽക്കണ്ട. ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. പിന്നെ ഈ പേര് നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പേരങ്ങ് വിളിക്കണ്ട, പ്രശ്നം തീരുന്നില്ലേ? മനസ്സില്ല, അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? ഒരു മനസ്സുഖം. പേര് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ഉടയോനുണ്ടെങ്കിൽ അത് ആത്മാവാണ്. ഇനി ആ ആത്മാവിനൊരു ഉടയോനുണ്ടെങ്കിൽ അത് പരമാത്മാവാണ്. ഇത്രയേ ഉള്ളൂ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി. രാവിലെ ഒരു 11-12 മണിക്ക് കഴിച്ചാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഭക്ഷണം ആവശ്യമില്ല. അതിന് എന്ത് വേണോ ചെയ്. എന്താ പ്രോബ്ലം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഒരു മയക്കം വന്നതാ, മലർന്ന ഉറക്കത്തിൽ സ്വപ്നത്തിൽ സംസാരം. അതാണ് എന്റെ പ്രോബ്ലം. എനിക്ക് 72 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂല. ഞാനാരാ മുതല്? ഭയങ്കരം തന്നെ. ഇതിപ്പോ ഞാൻ പറയുന്നത് നാളെ ഇത് വിശ്വസിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ മെസ്സേജ് അയച്ചാൽ ആരും ഇത് വിശ്വസിക്കത്തില്ല. എനിക്ക് 72 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നിനക്കറിയാൻ പറ്റില്ല, അവൻ വെറും പൊങ്ങിയാന്നുള്ളത്. എന്തിനു സഹിക്കുന്നതാ? എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ 72 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഹക്യു ഹീലിംഗ് ചെയ്യുന്ന ആളാണ്. എല്ലാ മാസവും മിനിമം ഒരു 40 മണിക്കൂർ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും, വെള്ളം മാത്രം. വ്രതത്തില 94 നാൾ സേവയുണ്ടേ. ഗ്ലാനിർ ഭവതി ഭാരത. സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല പാർട്ട്ണറാണ് വിജയ് മാധവ്.
കാരണം എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ്, എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. എത്രയോ വീഡിയോകൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. കേക്കടവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി. കാഴ്ചക്ക് വലിയ വീടും പത്തായൊക്കെ ഉണ്ട്. ഇനി എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കുന്നു വേണ്ടേ. അതിനെയൊക്കെ കളിയാക്കുന്നത് തന്നെ ഡേഞ്ചറസാ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എവിടെ ഇയാൾക്കെന്താ ഭ്രാന്തായ ഇങ്ങനൊരു അന്ധവിശ്വാസി? ആ പേരെന്താണെന്നോ അതിന്റെ അർത്ഥം അതൊന്നും അറിയാതെ ആൾക്കാർ ഇതിനെ അങ്ങ് എടുത്തങ്ങ് ഒടുക്കുക. സ്വാഭാവികം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. ഇത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ടു സ്വയം പുകഴ്ത്തലായിട്ട് വരും. കാരണം അത് അങ്ങനെ വരത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വർക്കാവും. അതാണ് അന്തർധാര. ഇനി ജന്മുണ്ടെങ്കിൽ പേരിടുന്നതിനെ പേര് മാറ്റാൻ പറ്റത്തില്ല. അല്ല, ഇനി ജന്മുണ്ടെങ്കിൽ പേരിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലില്ല. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ കുട്ടാ പ്ലീസ്.